வயதிலும் அறிவிலும் அனுபவத்திலும் என்றென்றும் பெரியவர்களும் பல குருக்களை உருவாக்கியவர்களும் பலருக்கு முன்மாதிரியாக இருப்பவர்களுமாகிய குரு கலாஷேத்ரா விலாசினி அவர்கள் இன்று இந்த மேடைக்கு வருகை தந்து அனைவருக்காகவும் ஒரு சில வார்த்தைகளை பேசும்படி வந்திருக்கிறார்கள். அவர்களை வருக வருக என வரவேற்றுக் கொள்கிறோம். ഏവർക്കും വന്ദനം. മലയാളത്തിൽ പറയുന്നുണ്ട്, വിരോധമില്ലാന്ന് തോന്നുന്നു. എല്ലാവർക്കും മനസ്സിലാവുമല്ലോ അല്ലേ? അതുകൊണ്ട് മലയാളത്തിൽ തന്നെ പറയാം. ഇപ്പോൾ രാജശേഖരൻ്റെ വിദ്യാർത്ഥികളുടെ 100ാമത്തെ വരനാട്ടരങ്ങേറ്റം നാം കാണാൻ വന്നിരിക്കുന്നു. കുറേയൊക്കെ കണ്ടു. അതിൽ വളരെ നിപുണയായി തന്നെ എല്ലാവരും കഴിച്ചു. അത് രാജശേഖരൻ്റെ പഠിപ്പിക്കൽ കൊണ്ട് മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ പ്രായത്തിൽ രാജശേഖരൻ ഒട്ടും വകവയ്ക്കാതെ തിരുവനന്തപുരം ശ്രീ തിരുനാൾ സ്മാരക നൃത്ത സംഗീത കേന്ദ്രത്തിൽ വന്ന് എൻ്റെ അടുത്ത് നാട്യം നല്ലപോലെ അഭ്യസിച്ചിട്ട് പോയി. ഒരു മടിയും കൂടാതെ ഉത്സാഹത്തോടുകൂടി ശ്രമത്തോടുകൂടി എല്ലാ നാട്യം കളിച്ചു. അതിൽ വളരെ നിപുണമായുള്ളത് ഇപ്പോഴത്തെ അരങ്ങേറ്റത്തെ കുട്ടികളുടെ കളികളിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. വളരെ ഉത്സാഹവും ആത്മാർത്ഥമുള്ള ഒരു അധ്യാപകനാണ്, ശിഷ്യനാണ് രാജശേഖരൻ. അത് നിങ്ങൾക്ക് കുട്ടികൾക്ക് അങ്ങനെ ഒരു അധ്യാപനം കിട്ടുന്നതിൽ വളരെ വളരെ ഭാഗ്യം ചെയ്തവരാണ്. ഇതുപോലെ പലരും ഈ രാജശേഖരൻ്റെ നൃത്തപഠനം പ്രയോഗിച്ച് വളരെ ഉന്നതമായ നിലയെത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് രാജശേഖരന് എല്ലാ ആശംസകളും നേർന്നുകൊള്ളുന്നു. അരങ്ങേറ്റ കുട്ടികൾ മാത്രമല്ല, കൂടെ കളിച്ച മറ്റു കുട്ടികളും അവനവൻ്റെ കഴിവ് തെളിയിച്ചു. എല്ലാം രാജശേഖരൻ്റെ ഒരു നൃത്തപഠനം കൊണ്ട് മാത്രമാണ് ഇത്രയും ഭംഗിയാക്കാൻ പറ്റിയത്. അത്രയും ഉത്സാഹമില്ലെങ്കിൽ 100ാമത് ഭരതനാട്യ അരങ്ങേറ്റം നടത്താൻ പറ്റുന്നത് വളരെ എളുപ്പമല്ല. അത് രാജശേഖരൻ്റെ ഉത്സാഹവും ഉള്ള ഇൻട്രസ്റ്റ് കൊണ്ട് മാത്രമാണ് ഇത് നടന്നത്. അത് എല്ലാവർക്കും മനസ്സിലാകും. രാജശേഖരനെ പോലെ ഒരു അധ്യാപനം കിട്ടുന്നത് നിങ്ങളെല്ലാം ഭാഗ്യം ചെയ്തവരാണ്. അതുപോലെ പലരും ഇതുപോലെ രാജശേഖരൻ നൃത്തപഠനം പ്രയോഗിച്ച് പല പല ഉന്നത നടന മണികളാവണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിന് എല്ലാം ജഗദീശ്വരൻ എല്ലാ അനുഗ്രഹവും കുട്ടികൾക്കും രാജശേഖരന് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ചെറിയ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അതുപോലെ പക്കവാദ്യങ്ങളും അവനവൻ്റെ തെളിയിച്ചു. നട്ടുവാങ്കവും മൃദംഗം വയലിനും ഫ്ലൂട്ടും എല്ലാം അവനവൻ്റെ കഴിവ് തെളിയിച്ചു. എല്ലാം നന്നായിരുന്നാലേ നാട്യം നന്നാവുള്ളൂ. ചുമ്മാ വെറുതെ കളിച്ചാൽ പോരാ. എൻ്റെ സ്റ്റുഡൻറ്റ് പറയും പക്കമേളമല്ല ഒപ്പമേളം എന്നാണ്. അതായത് നാട്യം എങ്ങനെ കളിക്കുന്നു അതേ സ്റ്റാൻഡേർഡിൽ ഒപ്പം വായിക്കണം അവർ. അതുകൊണ്ട് പക്കമേളമല്ല ഒപ്പമേളമാണ്. അത് നല്ലപോലെ അവരവരെ കഴിവ് തെളിയിച്ചു. അതിനും അവർക്ക് പ്രത്യേകം നന്ദി അറിയിച്ചു കൊള്ളുന്നു. ഏവർക്കും നമസ്കാരം.